വയനാട് ജില്ലാ സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടാവുകയാണ് അല്ലേ? അങ്ങനെ ഒരു ചർച്ച പൊതുവിൽ കേട്ടിരുന്നില്ല. പി ഗഗാറിന് പകരം കെ റഫീഖ് CPM ജില്ലാ സെക്രട്ടറി ആകുമെന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയാണ് കെ റഫീഖ്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, എന്താണ് അവിടെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയിൽ സംഭവിക്കുന്നത്? അപ്രതീക്ഷിത നീക്കമാണ് ഉണ്ടാകുന്നത്. അതിന് ചരട് വലിച്ചത് ആരൊക്കെയാണ്? മാധു, അത്തരം വിവരങ്ങൾ എനിക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കാരണം മാധു പറഞ്ഞതുപോലെ തന്നെ ഇത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. ഇന്ന് രാവിലെ വരെ പി ഗഗാറിൻ സ്ഥാനത്ത് തുടരുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഈ അവസാന നിമിഷത്തിലാണ് ഗഗാറിൻ ഒഴിവാകുന്നു, കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അത് തെരഞ്ഞെടുപ്പാണോ നടന്നത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ അല്പസമയത്തിനകമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. റഫീഖ് SFIയുടെയും DYFIയുടെയും ഇപ്പോൾ നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. നേരത്തെ SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. DYFIയുടെ സംസ്ഥാന ഭാരവാഹിത്വം അടക്കം വഹിച്ചയാളാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഈ സമയത്ത് ഒരു സെക്രട്ടറി മാറ്റം ഉണ്ടാകുമെന്ന ഒരു കേന്ദ്രങ്ങളിൽ നിന്നും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്താണ് സമ്മേളനത്തിനുള്ളിൽ നടന്നത് എന്ന വിവരം നമുക്ക് അല്പസമയത്തിനകം നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കെ റഫീഖിന്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം DYFIയുടെ കമൽ സൂചിപ്പിച്ച പോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. DYFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. DYFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു യുവ നേതാവ് തലപ്പത്തേക്ക് വരികയാണ്. അത് ഒരു കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്താണ് അതിന്റെ രാഷ്ട്രീയം എന്താണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും പാർട്ടി പ്രവർത്തകർക്കടക്കം താല്പര്യമുണ്ടാകും. ഇന്നങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കമൽ പറയുന്നു. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ ഇത്ര മാത്രമാണോ? തിരഞ്ഞെടുപ്പ് നടന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് നടന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഞാൻ അല്പസമയത്തിനകം സ്ഥിരീകരിക്കാം. രതീഷ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കാരണം അപ്രതീക്ഷിതമായ ഒരു നീക്കമായതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ശരി. അപ്രതീക്ഷിതമായ അവിടെ CPM ജില്ലാ സെക്രട്ടറി ആകുന്നത് സമരാധീഷ്ണമായ പശ്ചാത്തലമുള്ളയാൾ എന്ന വിശേഷണത്തോടെയാണ് CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയായി ഗഗാറിനെ പാർട്ടി അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു താരതമ്യേന സംഭവങ്ങളും വയനാട്ടിൽ സാധാരണ നിലയിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്നത് പതിവുള്ളതല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അങ്ങനെ പതിവ്. പക്ഷേ സമീപകാലത്ത് കേരളം ചർച്ച ചെയ്യപ്പെട്ട പല സംഭവങ്ങളും വയനാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം, അവിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കേരളം ചർച്ച ചെയ്ത രാഷ്ട്രീയ വിഷയങ്ങളും അതിന്റെ അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടുത്തെ സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള നീക്കം നേരത്തെ തന്നെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിവരം വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെ വരെ ഗഗാറിൻ എന്നുള്ളത് തന്നെയായിരുന്നു വാർത്തകൾ എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് നോക്കാം, അടുത്ത നിമിഷങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും കമൽ.